പാട്ട് മുറുകി വന്നപ്പോഴേക്കും നിർത്തിയല്ലേ. ഇനി നമ്മൾ ധ്യാനങ്ങൾക്കും ഇതിലെല്ലാം സങ്കീർത്തനങ്ങൾ പാടാനോ അല്ലേ, കുർബാനയ്ക്കെല്ലാം സങ്കീർത്തനങ്ങൾ, ഈ സങ്കീർത്തനങ്ങൾ പാടാൻ ഉപയോഗിക്കാം. പ്രൈസ് ദ ലോർഡ്. ആരെങ്കിലും ഇപ്പം നമ്മൾ ഇത്രയും കേട്ട ഈ കുടുംബ സംബന്ധമായ മക്കളുടെ കാര്യവും കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും പറഞ്ഞതിൽ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാനുണ്ടോ? ഒരു സ്പർശനം കിട്ടുകയോ ഒരു തീരുമാനം എടുക്കുകയോ, ഉദാഹരണത്തിന് ഭർത്താവിനെ വിട്ട് പോകുന്നു, പക്ഷേ ഇപ്പം എനിക്ക് തോന്നുകയാണ് ഭർത്താവിന് തിരിച്ചു പോകണമെന്ന്, അങ്ങനെയുള്ളവരോ അങ്ങനെ എന്തെങ്കിലും ഒരു സാക്ഷ്യം ഒന്ന് പറയാമോ? ഈ കുടുംബ മേഖലയിൽ ആരെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഈ കാര്യം മാത്രം കുടുംബ സംബന്ധമായി ദാമ്പത്യ ജീവിതത്തിൽ കയറാൻ പറ്റും. ഇവിടെ അച്ഛൻ്റെ ധ്യാനത്തിന് അച്ഛൻ ഇവിടെ വരുന്ന ദമ്പതികളോടെല്ലാം ആദ്യം ഭാര്യാകർത്താക്കന്മാരെ ആദ്യം ഭർത്താവിൻ്റെ 10 ഗുണങ്ങളില്ല, അതുപോലെ ഭാര്യയിൽ 10 ഗുണങ്ങളില്ല, അങ്ങനെ അവരെക്കൊണ്ട് 40 ഗുണങ്ങൾ വരെ എഴുതിക്കും. അങ്ങനെ വളരെ തകർന്ന കുടുംബങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പം വളരെ കഷ്ടമായി ദമ്പതിയായിട്ട് ഇവിടെ നിൽക്കുന്നു. ആ തകർന്ന ഒരു ദമ്പതിയായിട്ട് വന്ന ഒരു ഭാര്യയും ഭർത്താവും ഇവിടെ വരുമ്പോൾ അവരെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാധാരണ ഇവിടെ ദമ്പതികൾ ധ്യാനത്തിൽ വരുമ്പോൾ അവരെ അവർക്കൊരു മുറിയാണ്. അന്ന് ഈ ദമ്പതികൾ വീട്ടിൽ നിന്ന് വന്നിട്ട് അവരെ ഒരു മുറിയിൽ കിടക്കാൻ സമ്മതിച്ചില്ല. 2 വീട്ടിൽ നിന്നാണ് വന്നത്. ഭാര്യയെ അപ്പനാണ് കൊണ്ടുവന്നത് ഇവിടെ. അന്നത്തെ ദിവസം അച്ഛനും ഞാനും ഒക്കെ പറഞ്ഞിട്ട് കേട്ടില്ല. അന്നത്തെ ദിവസം ഭാര്യയും ഭർത്താവിനെയും അപ്പനോട് കിടക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പറഞ്ഞു, ഇവിടെ ദമ്പതിയായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് താമസിച്ചാൽ മാത്രമേ ഇവിടെ താമസിപ്പിക്കത്തുള്ളൂ. ആ ഭർത്താവിനോട് ചുരുക്കി പറയാം. ആ ഭർത്താവിനോട് കാരണം ചോദിച്ചപ്പോൾ ഭാര്യയെ അയാൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒത്തിരി കാരണങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ആ ഭർത്താവ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ ഒരു ടീച്ചർ വളരെ ശിക്ഷ ആ ഭർത്താവിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ടീച്ചറിൻ്റെ മുൻവശത്ത് പല്ല് പൊങ്ങിയതാണ്. അപ്പം ഈ ഭാര്യ ചിരിക്കുമ്പോൾ ആ ഭർത്താവ് ആ ടീച്ചർ ചിരിക്കുന്നവരെയാണ് തോന്നുന്നത്. അത് കാരണം ആ ഭാര്യ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അത് പിന്നെ അവർ വളരെ സന്തോഷമായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു ഭർത്താവിന് എനിക്ക് എൻ്റെ കർത്താവ് തിരികെ വന്നത്. ഞങ്ങൾ തമ്മിൽ പിണങ്ങിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ എന്തെങ്കിലും പിണക്കം ഉണ്ടാകും, പഠിക്കുന്നൊരു ചെറിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഞങ്ങൾ വഴക്കിട്ട് പിണങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് വീട്ടിൽ പോലും പോയി ഒരു ദിവസം നിന്നിട്ടില്ല. ഇനി അഥവാ സഹോദരങ്ങളായിട്ട് പിണക്കമുണ്ടായപ്പോൾ 1 മാസം വീട്ടിൽ പോയി നിൽക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. എന്നാലും എന്നെ ഒരു ദിവസം പോലും കാണാതെ എൻ്റെ ഭർത്താവിന് വരുന്നില്ല. എല്ലാ ദിവസവും വരാൻ ഞാൻ 1.5 മാസം വീട്ടിൽ നിന്നെങ്കിലും എല്ലാ ദിവസവും വന്ന് എന്നെ കൊണ്ടുണ്ടാവുമല്ലോ. കാരണം കൂട്ടിക്കൊണ്ടുപോകാനാണ് പോകുന്നത്. അമ്മ വന്ന് കൊണ്ടുപോയത് കൊണ്ട് വീട്ടുകാരറിയാതെ പോരാൻ പറ്റാത്തത് കൊണ്ട് നിന്ന് പോയതാണ്. പിന്നെ എൻ്റെ മക്കളെ കുറിച്ച് പറയാനാണെങ്കിൽ മക്കൾ എന്തെങ്കിലുമൊക്കെ അനുസരണയോട് കാണിക്കും. പിണങ്ങുന്നവരോട് പിണങ്ങിയാലും അവരോട് പറയാൻ വേണ്ടി ദേഷ്യം കൊണ്ടിട്ട് അമ്മച്ചി പറഞ്ഞതാണ്. അമ്മച്ചത് വിഷമൊന്നും തോന്നരുത്, മക്കൾ ക്ഷമിക്കണമെന്ന് പറയും.
എന്നാലും ഞാൻ ശാലം കഴിഞ്ഞതിന് ശേഷം പോയി കുമ്പസാരിക്കുകയും ചെയ്യും. അങ്ങനെ വീട്ടിൽ ഞങ്ങൾക്ക് പിണക്കമൊന്നുമില്ല. പിണക്കമുണ്ട് ഒക്കെ സഹിച്ച് ക്ഷമിച്ച് സ്നേഹിച്ച് കഴിഞ്ഞാണ് കുടുംബം കൊണ്ടുപോകുന്നത്. ഇനി ആരെങ്കിലും ചേട്ടൻ